ഇറാനെ പേടിച്ച് ട്രംപ്. ഇറാന്റെ സൈന്യമായ IRGC ട്രംപിന് നേരെ വധഭീഷണി മുഴക്കിയിരുന്നു. ഇറാനിലെ വിവിധ മത സംഘടനകളും ട്രംപിന് നേരെ വധഭീഷണി മുഴക്കിയിരുന്നു. ഖൊമൈനിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുത്ത ജനങ്ങൾ ട്രംപിനെ വധിക്കണമെന്ന് മുദ്രാവാക്യം മുഴക്കിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് ഇറാനെ പേടിച്ച് ട്രംപ് മുങ്ങിയത്. തുർക്കിയിൽ നിന്നും അമേരിക്കയിലേക്ക് ഒരു അസാധാരണ യാത്രയാണ് ട്രംപ് നടത്തിയത്. ഖത്തർ ട്രംപിന് സമ്മാനമായി നൽകിയ പുതിയ എയർഫോഴ്സ് ഒന്നിലാണ് ട്രംപ് തുർക്കിയിൽ എത്തിയത്. പഴയ എയർഫോഴ്സ് ഓൺ വിമാനത്തിലാണ് മടങ്ങിയത്. അതായത് പുതിയ എയർഫോഴ്സ് ഓൺ വിമാനത്തോട് ട്രംപിന് വിശ്വാസമില്ല. തൻ്റെ പഴയ എയർഫോഴ്സ് ഓൺ വിമാനത്തോടാണ് വിശ്വാസം. ഇങ്ങനെ ഒരു പേടി വരാൻ ട്രംപിന് കാരണം ഇസ്രായേൽ കൈമാറിയ രഹസ്യ വിവരമാണ്. ട്രംപിനെ വധിക്കാൻ, ഖൊമൈനിയുടെ വധത്തിന് തിരിച്ചടിയായി ട്രംപിനെ വധിക്കാൻ ഇറാൻ തയ്യാറെടുക്കുന്നു എന്ന രഹസ്യ രേഖയാണ് ഇസ്രായേൽ കൈമാറിയത്. ഇതോടുകൂടിയാണ് ട്രംപിൻ്റെ ഹാല് ഇളകിയത്. ട്രംപ് പുതിയ എയർഫോഴ്സ് ഓൺ വിമാനം ഉപേക്ഷിച്ചതിന് കാരണം പറയുന്നത്, മടങ്ങിപ്പോകുമ്പോൾ ഉപേക്ഷിച്ചതിന് കാരണം പറയുന്നത്, ബ്രിട്ടനിലെ എയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കാണാൻ വേണ്ടിയാണ് ആ എയർഫോഴ്സ് വിമാനം ഉപേക്ഷിച്ചത് എന്നാണ്. എന്നാൽ അങ്കാറയിൽ വെച്ച് മാധ്യമങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ എന്നെ വധിക്കാൻ തയ്യാറെടുക്കുന്നു എന്നൊക്കെ ട്രംപ് പുലമ്പി. അതായത് ഇറാൻ തന്നെ വധിക്കാൻ തയ്യാറെടുക്കുന്നു എന്നർത്ഥം. തിരികെ മടങ്ങുമ്പോൾ പഴയ എയർഫോഴ്സ് ഒന്നിൻ്റെ ട്രാൻസ്പോർട്ടർ ഓഫ് ചെയ്തു ട്രംപ്. ട്രാൻസ്പോർട്ടർ ഓഫ് ചെയ്താൽ പൊതുജനങ്ങൾക്ക് പോലും വിമാനം കാണാൻ കഴിയില്ല. ഇതോടെ വിമാനങ്ങളുടെ സഞ്ചാരം പൊതുജനങ്ങൾക്ക് പോലും തിരിച്ചറിയാൻ കഴിയാത്ത വിധം ആകും. ഇങ്ങനെ ട്രാൻസ്പോർട്ടർ ഓഫ് ചെയ്യുന്നത് വളരെ അടിയന്തര സാഹചര്യത്തിലാണ്. 2003 ഇറാഖ് യുദ്ധം കൊടുമ്പിരി കൊണ്ടപ്പോൾ ഇറാഖ് സന്ദർശിച്ച അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ജോർജ് W. ബുഷ് ട്രാൻസ്പോർട്ടർ ഓഫ് ചെയ്തിരുന്നു. 2012 അഫ്ഗാനിസ്ഥാനിൽ അന്നത്തെ അമേരിക്കൻ പ്രസിഡന്റ് ബറക് ഒബാമ അപ്രതീക്ഷിതമായി സന്ദർശനം നടത്തിയപ്പോഴും ട്രാൻസ്പോർട്ടർ ഓഫ് ചെയ്തിരുന്നു. 2018 ട്രംപ് ഇറാനിൽ ആദ്യമായി ഔദ്യോഗിക സന്ദർശനം നടത്തിയ വേളയിലും ഇത് സംഭവിച്ചിരുന്നു. ഇറാന്റെ മിസൈലുകൾ കരുത്തുറ്റ മിസൈലുകളാണ്. എയർഫോഴ്സ് വൺ എന്ന വിമാനം രണ്ടാം മഹാലോക യുദ്ധത്തിന് ശേഷമുള്ള ശീതയുദ്ധകാലത്ത് വികസിപ്പിച്ചെടുത്ത വിമാനമാണ്. പക്ഷേ അതിനെ വളരെ സുരക്ഷയുള്ള വിമാനം, അത്യന്താധുനിക യുദ്ധ ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ ആയുധങ്ങൾക്ക് അവയെ തകർക്കാൻ പ്രയാസമാണ്. പക്ഷേ അവയെ തകർക്കാനുള്ള മിസൈലുകൾ ഇറാന്റെ പക്കലുണ്ട്. അതുകൊണ്ട് തന്നെ ഖത്തർ സമ്മാനം കൊടുത്ത പുതിയ എയർഫോഴ്സ് ഒന്നിൻ്റെ സുരക്ഷാ സംവിധാനത്തിൽ ട്രംപിന് ഭയമുണ്ട്. അതുകൊണ്ടാണ് തൻ്റെ പഴയ എയർഫോഴ്സ് ഓൺ വിമാനം ട്രംപ് സ്വീകരിച്ചത്. എന്തായാലും ട്രംപ് ഭയന്ന് തുടങ്ങിയിരിക്കുന്നു. ട്രംപിൻ്റെ മുട്ടിടിച്ച് തുടങ്ങിയിരിക്കുന്നു. ഖൊമൈനിയെ വധിച്ചപ്പോൾ ഇറാൻ തകരുമെന്ന് ട്രംപ് പ്രത്യാശിച്ചു. ഇറാന്റെ തകർച്ച പൂർണ്ണമായെന്നും ഇറാൻ പിടിച്ചെടുക്കാമെന്നും ട്രംപ് വിചാരിച്ചു. പക്ഷേ പിന്നീട് അങ്ങോട്ട് ഇറാന്റെ ശക്തമായ ചെറുത്തുനിൽപ്പാണ് അമേരിക്കയും ഇസ്രായേലും കണ്ടത്. എത്ര തവണ അടിച്ചാലും തിരികെ മുറിവ് കൂട്ടിക്കെട്ടി എണീക്കുന്ന ഒരു സ്വഭാവം അതാണ് ഇറാന് ഉള്ളത്.
അതാണ് ഇറാന്റെ പ്രത്യേകത. എന്തായാലും ട്രംപ് ഇപ്പോൾ പേടിച്ച് ഓടുകയാണ്. ഇതൊക്കെ അനിവാര്യമായ വിധിയാണ്. ഇറാൻ ഭരണകൂടത്തെ ഖൊമൈനിയുടെ മരണത്തെ പോലും ട്രംപ് കളിയാക്കി. ഇറാൻ ജനങ്ങൾ കള്ളക്കണ്ണീർ ഒഴുക്കുന്നു എന്നാണ് ട്രംപ് പറഞ്ഞത്. അങ്ങനെയൊക്കെ നിരന്തരം ഇറാനെ കളിയാക്കിക്കൊണ്ടിരുന്ന ട്രംപ് ഇപ്പോൾ ഓടടാ ഓട്ടം ഓടുകയാണ്. ഇനി അത് വേണ്ട.